ഗുരുഗ്രാം, ബാംഗ്ലൂരു തുടങ്ങിയ തെരഞ്ഞെടുത്ത നഗരങ്ങളിലെ പ്രീമിയം തിയേറ്ററുകളിൽ മദ്യം വിളമ്പുന്നതിനുള്ള ലൈസൻസിനായി PVR INOX ശ്രമിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ പറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നുണ്ട്. PVR INOX തിയേറ്ററുകളിലേക്കുള്ള തിരക്ക് കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ഇതിനെ ചെറുക്കാനാണ് ഈ പുതിയ നീക്കമെന്നാണ് റിപ്പോർട്ട്. നിലവിൽ സിനിമാ തിയേറ്ററുകളിലേക്ക് മദ്യമോ കൊണ്ടുവരുന്ന മറ്റ് തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങളോ പോലും അനുവദനീയമല്ല. എന്നാൽ പുതിയ മാറ്റം നിലവിൽ വന്നാൽ സിനിമയ്ക്ക് മുൻപോ അതിനുശേഷമോ മദ്യപിക്കാൻ കഴിയും. അപ്പോഴും തിയേറ്ററുകൾക്കകത്ത് മദ്യം നിരോധിക്കാൻ തന്നെയാണ് തീരുമാനം. ഡയറക്ടേഴ്സ് കട്ട് പോലുള്ള ലക്ഷറി തിയേറ്ററുകളിലാകും ഇത്തരത്തിലുള്ള സൗകര്യം വരിക എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ഈ കാര്യത്തിൽ PVR INOX പ്രതികരണങ്ങളൊന്നും തന്നെ നടത്തിയിട്ടില്ല. നിലവിൽ PVR ഉടമസ്ഥതയിലുള്ള ലോഞ്ചുകൾ, ഇരിപ്പിടങ്ങൾ, ലൈവ് മ്യൂസിക് സോണുകൾ തുടങ്ങിയവയ്ക്ക് ദില്ലി ഡയറക്ടർ കട്ട്, മൈസൺ, ഐനോക്സ്, മുംബൈ എന്നിവിടങ്ങളിലും മദ്യം അനുവദനീയമാണ്. ഈ സോണുകൾ സിനിമാ ഹാളുകളോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും അതുമായി നേരിട്ട് ബന്ധിപ്പിച്ചിട്ടില്ല. സിനിമാറ്റോഗ്രാഫ് ആക്ട് അനുസരിച്ച് സിനിമാ ഹാളുകളിൽ മദ്യം വിതരണം ചെയ്യാൻ അനുവാദമില്ല. ഐനോക്സിന്റെ വരുമാനം ഗണ്യമായി കുറഞ്ഞു തന്നെ തുടരുന്ന അവസ്ഥയിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത്. ദക്ഷിണേന്ത്യൻ സിനിമയുടെ ഡബ് ചെയ്ത പതിപ്പുകൾ ഉൾപ്പെടെ ഹിന്ദി സിനിമകളിൽ നിന്നുള്ള കളക്ഷൻ 2023 അപേക്ഷിച്ച് 5380 കോടി രൂപയിൽ നിന്ന് 2024 4679 കോടി രൂപയായി കുറഞ്ഞുവെന്ന് ഓർക്കാഡ്സ് ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പറയുന്നു. കോവിഡിന് ശേഷവും കഴിഞ്ഞ 2 വർഷങ്ങളെ അപേക്ഷിച്ചും ഈ വർഷവും കുറവ് വന്നിട്ടുണ്ട്.